ശ്രീ പിണറായി വിജയൻ്റെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചാണ് കഴിഞ്ഞ 20 വർഷത്തിലധികമായി കേരളത്തിൻ്റെ CPMൻ്റെ നയങ്ങൾ ഉള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് പോകുന്നു. അതിനു മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവിയിലും അതിനധികം കാലം അദ്ദേഹം കേരളത്തിലെ CPM പാർട്ടിയുടെ നയങ്ങൾ രൂപീകരിക്കുകയും പരിപാടികൾ നടപ്പാക്കുകയൊക്കെ ചെയ്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. സാധാരണ നമ്മുടെ ഭാരതത്തിൽ സത്യമേവ ജയതേ എന്നൊരു ആപ്തവാക്യമുണ്ട്. അത് സത്യകാലത്തെ ആപ്തവാക്യമാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ ഈ ഒരു കാലത്ത് കള്ളമേവ ജയതേ, കളവ് മാത്രം നടക്കുക എന്നുള്ള ഒരു ആപ്തവാക്യമല്ലേ ഇപ്പോൾ കൂടുതൽ അഭികാമ്യം, അല്ലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പല പല ഉദാഹരണങ്ങളിൽ കൂടെ കാണാൻ പറ്റും. ഏറ്റവും അടുത്ത കാലത്ത് കണ്ട ഒരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ തന്നെ നാടായ കണ്ണൂർ ജില്ലയിലെ ഒരു ഏരിയ സെക്രട്ടറി ശ്രീ കുഞ്ഞികൃഷ്ണൻ ആ പാർട്ടിക്കുള്ളിലെ അഴിമതി, കൊള്ള, കളവ് അതിനെപ്പറ്റി പറഞ്ഞതാണ്. അദ്ദേഹം ഈ ശ്രീ കുഞ്ഞികൃഷ്ണൻ അവിടുത്തെ ഒരു പയ്യന്നൂർ ഏരിയയിലെ ഒരു നേതാവാണ്, ഭാരവാഹിയാണ്. 50-ഓളം വർഷമായിട്ട് ഈ പാർട്ടിയിൽ വളരെ ചെറുപ്പം മുതലേ പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ്. ആ പാർട്ടിയെപ്പറ്റി, അതായത് കണ്ണൂരത്തെ CPM പാർട്ടിയെപ്പറ്റി ഏറ്റവും നല്ല അറിവുള്ള 50 വർഷത്തെ പരിചയമുള്ള ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് CPM എന്ന് പറയുന്നത്, അതിന് നേതാക്കളെന്ന് പറയുന്നത് കളവാണ്, കൊള്ളയാണ്, അഴിമതിയാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നു. അപ്പോൾ ഇത് പുറത്തുള്ളവരല്ല പറയുന്നത്, അകത്തുള്ള 50 വർഷം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അകത്ത് തന്നെയുള്ള ശ്രീ കുഞ്ഞികൃഷ്ണനാണ് പറയുന്നത്. പക്ഷേ ഈ ശ്രീ കുഞ്ഞികൃഷ്ണന് അവിടുത്തെ തന്നെ CPMൻ്റെ MLA കട്ടതിനെ പറ്റിയും പല വിധത്തിലുള്ള കളവാണ്. അത് ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറയുന്നത് CPMൻ്റെ തന്നെ ഒരു രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിൽ പോലും കൈയിട്ട് വാരി മുക്കി കട്ടു എന്നുള്ളത് ആണ് കണ്ണൂരത്തെ ഒരു രക്തസാക്ഷിയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ സഹകരണ മേഖലയിൽ നിന്ന് പിരിച്ച് 70 ലക്ഷം രൂപ മോഷ്ടിച്ചു, പാർട്ടി കെട്ടിടം പണിയുന്നതിൻ്റെ ഫണ്ട് മോഷ്ടിച്ചു. അങ്ങനെ എത്രയോ മോഷണങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ളത് അദ്ദേഹം പഠിച്ചെത്തുകൊണ്ടിരുന്നു. പല EP ജയരാജൻ്റെ അഴിമതിയെപ്പറ്റിയും മറ്റ് പല അഴിമതികളെ പറ്റിയുമൊക്കെ അദ്ദേഹം വിളിച്ചത് പറയുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പരസ്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞു ഈ അവിടുത്തെ CPMൻ്റെ കണ്ണൂർ ജില്ലയിലെ അഴിമതികളെപ്പറ്റി. അപ്പോൾ എന്താണ് ഈ ശ്രീ കുഞ്ഞികൃഷ്ണനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും പാർട്ടിയുടെ അനിഷേധ്യ നേതാക്കൾ, അതായത് ശ്രീ പിണറായി വിജയൻ, അതുപോലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, ഇവരൊക്കെ പറയേണ്ടത് തീർച്ചയായിട്ടും ഈ അഴിമതി നടത്തിയ ആൾക്കെതിരെ കർശന നടപടിയെടുക്കും. അതുപോലെ അഴിമതി തുറന്നു കാണിക്കുന്ന ഈ ആളെ എന്തെങ്കിലും നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കും. നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ അത് അറിഞ്ഞിരുന്നില്ല, ഇത്ര അഴിമതി നടക്കുന്ന കാര്യം. തീർച്ചയായിട്ടും അഴിമതി കാണിക്കുന്നവരെയൊക്കെ കർശന നടപടിയെടുക്കും. ഉടനെ അതിനെ പുറത്താക്കും, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ CPM എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ്റെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന CPM എന്ന പാർട്ടിയിൽ അഴിമതി തുറന്നു കാണിക്കുന്നവരെ ഉപദ്രവിക്കുക, അവർക്കെതിരെ കള്ളക്കേസെടുക്കുക, അവരെ അപഹസിക്കുക, അപമാനിക്കുക, ഏതെല്ലാം വിധത്തിലൊക്കെ അങ്ങനെയൊക്കെ അപമാനിക്കാമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് CPM പിന്തുടരുന്ന ഒരു നയം. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. അത് വിജിലൻസിൽ അഴിമതിക്കെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥരെ അവരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടി അവരെ തലങ്ങും വലങ്ങും ട്രാൻസ്ഫർ ചെയ്യുക, അവരുടെ പ്രൊമോഷൻ തടയുക, അങ്ങനെ അതിനുശേഷം പ്രൊമോഷൻ തടഞ്ഞ് നാണം കെടുത്തതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷണ നടപടിയെടുക്കുക. ഇതെല്ലാം അഴിമതിക്കെതിരെ കേരളത്തിൽ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ. അവർക്കെതിരെ കള്ളക്കേസെടുക്കുക, അവർക്കെതിരെ പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് മുടക്കി സുപ്രീം കോടതി വരെ സീനിയർ വക്കീൽമാരെ വെച്ച് അവരെ അപമാനിക്കുക. ഇതൊക്കെയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്ന വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലരൊക്കെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചതുകൊണ്ടും നടപടികൾ നേരിട്ടതുകൊണ്ടും അവർ സർവീസിൽ നിന്ന് വിട്ടുപോയ കേസുകൾ വരെ കേരളത്തിലുണ്ട്.
അത് ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹം എടുക്കുന്ന നടപടികൾ, അഴിമതിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അടക്കുക എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയൻ്റെ നയം. ആ പിണറായി വിജയൻ ചെയ്യുന്ന ഈ കൊള്ളരുതായ്മകളെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അടിമകൾ എന്തെല്ലാം വിധത്തിലാണ് അവരും സോഷ്യൽ മീഡിയയിൽ കൂടി അപമാന പ്രചരണം നടത്തുന്നു എന്നുള്ളതും നമുക്ക് വളരെയധികം ഉദാഹരണങ്ങൾ കേരളത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ ഒരു നേതാവ് കണ്ണൂരിൽ നിന്ന് ആ പാർട്ടിയിലെ അഴിമതിയെപ്പറ്റി പറഞ്ഞപ്പോഴും ആ അഴിമതിയെപ്പറ്റി പറഞ്ഞ ആളെ ആക്രമിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്. ഈ പാർട്ടിയിലെ പ്രളയ ഫണ്ട് മോഷണ സമയത്തും കോവിഡ് ഫണ്ട് മോഷണ സമയത്തും അതുപോലെ കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ച പാർട്ടി ആൾക്കാരുടെ കാര്യത്തിലാണേലും അതുപോലെ ശബരിമല കൊള്ളയടിക്കുന്ന പാർട്ടിക്കാരുടെ കാര്യത്തിലാണേലും ഒക്കെ ഈ കൊള്ളയടിക്കുന്നവരെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു തുക ആളുകളെ ആ പാർട്ടി അണിനിരത്തിയിട്ടുണ്ട്. അപ്പോൾ കൊള്ള പുറത്തു കൊണ്ടിരുന്നവരെ അപമാനിക്കുക, ഉപദ്രവിക്കുക, അവരെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഇപ്പോഴത്തെ ഭരണവും അതുപോലെ ആ പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കണ്ണൂർ തന്നെയുള്ള പാർട്ടിയുടെ നേതാവ് പറഞ്ഞ രക്തസാക്ഷി ഫണ്ടിലെ അഴിമതി, മറ്റഴിമതികളെയൊക്കെ പുറത്തു കൊണ്ടുവന്ന ശ്രീ കുഞ്ഞികൃഷ്ണനും ഇന്ന് നേരിടുന്ന ഒരനുഭവം.